Network News is brought to you in association with Kallarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyannur since 1938. കാർഷിക വികസന ബാങ്ക് പയ്യന്നൂർ ബ്രാഞ്ചുകൾ പയ്യന്നൂർ, ചെറുപുഴ, മാതമംഗലം, പെരിങ്ങോം. പവൻ ഗോൾഡൻ ഡയമണ്ട്, ഗോൾഡ്, ഡയമണ്ട്, സിൽവർ ആൻഡ് ബർത്ത് സ്റ്റോൺ. Malabar Golden Diamonds, celebrate the beauty of life. Juju Golden Diamonds, Central Bazaar, Payyannur. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. കാണാം പ്രധാന വാർത്തകൾ. പരിയാരം ഗവൺമെന്റ് ആയുർവേദ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കുടിവെള്ളം മുട്ടുമെന്ന ആശങ്കയിൽ വിദ്യാർത്ഥികളും ഡോക്ടർമാരും ജീവനക്കാരും. ദേശീയപാത നിർമ്മാണ പ്രവൃത്തിയുടെ ഭാഗമായി പൈപ്പ് ലൈൻ മാറ്റി സ്ഥാപിക്കുകയും പൈപ്പ് ലൈനിന്റെ ജോയിന്റ് 2 മീറ്ററോളം താഴ്ചയിൽ മണ്ണിട്ട് നികത്തുകയും ചെയ്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ദേശീയപാത നിർമ്മാണ കമ്പനി അധികൃതർ നിലവിൽ ഇവിടെ തള്ളിയ മണ്ണ് നീക്കം ചെയ്യുകയും കോൺക്രീറ്റ് മാറ്റി മാൻഹോൾ നിർമ്മിക്കണമെന്നുമാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. പയ്യന്നൂർ നഗരസഭയിലെ അന്നൂർ പാടിവയലിൽ ഉപ്പുവെള്ളം കയറി കൃഷി നശിച്ചു. കാരാ തലിച്ചാലം അണക്കെട്ട് നശിച്ചതാണ് ഉപ്പുവെള്ളം കയറി കൃഷി നശിക്കാൻ ഇടയാക്കിയത്. അന്താരാഷ്ട്ര വനിതാ ദിനാചരണം, നാടെങ്ങും വിവിധ പരിപാടികൾ. പയ്യന്നൂർ നഗരസഭ കുടുംബശ്രീ CDSന്റെ ആഭിമുഖ്യത്തിൽ നീതി വേഗത്തിലാക്കാം, വനിതാ ശക്തിക്ക് കരുത്തേകാം അന്താരാഷ്ട്ര വനിതാ ദിനാചരണ പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം ചെയ്തു. സമഗ്ര ശിക്ഷ കേരളം പയ്യന്നൂർ BRC റോട്ടറി മിഡ് ടൗൺ ആൻഡ് ഫോറം സംയുക്തമായി ഗൃഹാധിഷ്ഠിത വിദ്യാഭ്യാസം നൽകിവരുന്ന കുട്ടികളുടെ അമ്മമാർക്കായി കൃഷിയിടം ഒരുക്കി. കാരയിൽ നടന്ന ചടങ്ങിൽ പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത തൈകൾ നട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. പരിയാരം ഗവൺമെന്റ് ആയുർവേദ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കുടിവെള്ളം മുട്ടുമെന്ന ആശങ്കയിലാണ് വിദ്യാർത്ഥികളും ഡോക്ടർമാരും ജീവനക്കാരും. ദേശീയപാത നിർമ്മാണ പ്രവൃത്തിയുടെ ഭാഗമായി പൈപ്പ് ലൈൻ മാറ്റി സ്ഥാപിക്കുകയും പൈപ്പ് ലൈനിന്റെ ജോയിന്റ് 2 മീറ്ററോളം താഴ്ചയിൽ മണ്ണിട്ട് നികത്തുകയും ചെയ്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ദേശീയപാത നിർമ്മാണ കമ്പനി അധികൃതർ നിലവിൽ ഇവിടെ തള്ളിയ മണ്ണ് നീക്കം ചെയ്യുകയും കോൺക്രീറ്റ് മാറ്റി മാൻഹോൾ നിർമ്മിക്കണമെന്നുമാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. പരിയാരം ഗവൺമെന്റ് ആയുർവേദ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രോഗികൾക്കും ആശുപത്രി ജീവനക്കാർക്കും ഉൾപ്പെടെ കുടിവെള്ളം എത്തിക്കുന്നത് അലക്യം തോട്ടിൽ നിന്നാണ്. ദേശീയപാത നിർമ്മാണ പ്രവൃത്തിയുടെ ഭാഗമായി ഈ പൈപ്പ് ലൈൻ മാറ്റി സ്ഥാപിക്കുകയും പൈപ്പ് ലൈനിന്റെ ജോയിന്റ് 2 മീറ്ററോളം താഴ്ചയിൽ മണ്ണിട്ട് നികത്തുകയും ചെയ്തിട്ടുണ്ട്. ഭാവിയിൽ ഇതിന് ലീക്കോ മറ്റെന്തെങ്കിലും തകരാറോ സംഭവിച്ചാൽ അത് മാറ്റി സ്ഥാപിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് ദേശീയപാത അധികൃതരുടെ ഈ ചെയ്തി. പകരം ഇവിടെ മാൻഹോൾ നിർമ്മിച്ച് അറ്റകുറ്റപ്പണികൾ നടത്തുവാൻ ആവശ്യമായ സൗകര്യം ഒരുക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ഭാവിയിൽ ആശുപത്രിയിലേക്ക് എത്തുന്ന കുടിവെള്ളം മുട്ടുമെന്ന ആശങ്കയിലാണ് വിദ്യാർത്ഥികളും ഡോക്ടർമാരും ജീവനക്കാരുമെല്ലാം. അതിനാൽ തന്നെ എത്രയും പെട്ടെന്ന് ദേശീയപാത നിർമ്മാണ കമ്പനി അധികൃതർ നിലവിൽ ഇവിടെ തള്ളിയ മണ്ണ് നീക്കം ചെയ്യുകയും കോൺക്രീറ്റ് മാറ്റി മാൻഹോൾ നിർമ്മിക്കണമെന്നുമാണ് ആശുപത്രി അധികൃതർ ആവശ്യപ്പെടുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പയ്യന്നൂർ നഗരസഭയിലെ അന്നൂർ പാടിവയലിൽ ഉപ്പുവെള്ളം കയറി കൃഷി നശിച്ചു. കാരാ തലിച്ചാലം അണക്കെട്ട് നശിച്ചതാണ് ഉപ്പുവെള്ളം കയറി കൃഷി നശിക്കാൻ ഇടയാക്കിയത്. പയ്യന്നൂർ നഗരസഭയിലെ അന്നൂർ പാടിവയലിൽ ഉപ്പുവെള്ളം കയറി പഞ്ചവിള കൃഷി ഉൾപ്പെടെ നശിച്ചു. പാടിപ്പുഴയുടെ തീരത്തുള്ള വയൽ തരിശിടാതെ കർഷകർ സംരക്ഷിച്ചു വരികയാണ്. പഞ്ചവിള കൃഷിയുടെ ഭാഗമായി ഭൂരിഭാഗം കർഷകരും ചെറുപയർ, മുതിര, ഉഴുന്ന തുടങ്ങിയവ കൃഷി ചെയ്തിട്ടുണ്ട്. ഉപ്പുവെള്ളം കയറിയുണ്ടായ നഞ്ചു കാരണം ഇവയെല്ലാം മുള വന്നപ്പോൾ തന്നെ നശിച്ചു. 2ാം വിള കൃഷിയിലും കർഷകർക്ക് വലിയ നഷ്ടം വന്നു. കവ്വായിക്കായലിന്റെ ഭാഗമാണ് പാടിപ്പുഴ. കുണിയൻപുഴ വരെ നീളുന്ന ഈ പുഴയിൽ ഉപ്പുവെള്ളം കയറുന്നത് തടയാൻ 1970-ൽ കാരാ തലിച്ചാലം അണക്കെട്ട് നിർമ്മിച്ചിരുന്നു. ഈ അണക്കെട്ട് പൂർണ്ണമായും നശിച്ചു. ഉളിയത്തുകടവിൽ റെഗുലേറ്റർ കം ബ്രിഡ്ജിന് നിർദ്ദേശം വന്നതോടെ അണക്കെട്ട് അറ്റകുറ്റപ്പണി നടത്താതെ പൂർണ്ണമായും ഉപേക്ഷിച്ചു.
അതോടെ പയ്യന്നൂർ നഗരസഭ, തൃക്കരിപ്പൂർ, കരിവെള്ളൂർ, പെരളം പഞ്ചായത്തുകളിലെ വലിയൊരു ഭാഗം വയലുകൾ ഉപ്പുവെള്ളം കയറി നശിക്കുകയാണ്. നെൽകൃഷി ചെയ്യുന്ന കർഷകരുടെ എണ്ണം ഉപ്പുവെള്ളം കയറുന്നത് മൂലം കുറഞ്ഞു വരികയാണെന്ന് കർഷകർ പറയുന്നു. 3 വിള കൃഷിയെടുത്തു വരുന്ന പാടിവയൽ പാടശേഖരം കഴിഞ്ഞ കുറേ വർഷങ്ങളായി അതിരൂക്ഷമായ ഉപ്പുവെള്ളം കയറുന്നതിനെ തുടർന്ന് കൃഷി ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണുള്ളത്. പലരും കൃഷി ഉപേക്ഷിച്ചിരിക്കുകയാണ്. കൃഷി ചെയ്തവർക്ക് തന്നെ പലപ്പോഴും പലതരത്തിലുള്ള നഷ്ടങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഉപ്പുവെള്ളം കയറി നഞ്ച് കണ്ടത്തിലാകെ ആയതുകൊണ്ട് തന്നെ ചെയ്ത കൃഷിയൊക്കെ തന്നെ വേണ്ട രീതിയിൽ വിളയിച്ചെടുക്കാൻ സാധിക്കാത്ത പ്രശ്നമുണ്ട്. തളിച്ചാലം അണക്കെട്ട് പൊട്ടിത്തകർന്നതിനെ തുടർന്ന് വർഷങ്ങളായിട്ടുള്ള ഒരു പ്രശ്നമാണിത്. ഈ പ്രശ്നത്തിൽ ഇതുവരെ നമ്മുടെ നഗരസഭാ അധികൃതരോ മറ്റ് സർക്കാർ ഒന്നും തന്നെ ഇതുവരെ കണ്ട ഭാവം കാണിക്കാതെ ഇരിക്കുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ നഗരസഭ കുടുംബശ്രീ CDSന്റെ ആഭിമുഖ്യത്തിൽ നീതി വേഗത്തിലാക്കാം, വനിതാ ശക്തിക്ക് കരുത്തേകാം അന്താരാഷ്ട്ര വനിതാ ദിനാചരണ പരിപാടി നടന്നു. കണ്ടോത്ത് ശ്രീ കൂറുമ്പ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ നഗരസഭ കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ നടന്ന അന്താരാഷ്ട്ര വനിതാ ദിനാചരണം നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം ചെയ്തു. പുരുഷ മേധാവിത്വം നിലനിന്നിരുന്ന ലോകത്ത് സ്ത്രീകൾ രാപ്പകലില്ലാതെ ജോലി ചെയ്യുകയും കൂലിയിൽ തുല്യതയില്ലാതിരിക്കുകയും ചെയ്തിരുന്ന കാലത്ത് തങ്ങൾക്കും ഈ സമൂഹത്തിൽ തുല്യ പ്രാധാന്യം വേണ്ടതുണ്ട് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് തൊഴിൽ സമയം നിജപ്പെടുത്തുന്നതിന് വേണ്ടിയും കൂലി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുമുള്ള പോരാട്ടം, അതോടൊപ്പം അന്നത്തെ കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് വോട്ട് ചെയ്യാനുള്ള അധികാരം ഉണ്ടായിരുന്നില്ല, വോട്ടവകാശത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം, ഇങ്ങനെയുള്ള സ്ത്രീകൾക്ക് സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ പുരുഷന്മാരെ പോലെ തന്നെ എല്ലാ തരത്തിലുമുള്ള അവകാശങ്ങളും വേണം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ C ജയ, V ബാലൻ, VV സജിത, TP സമീറ, കൗൺസിലർമാരായ K ചന്ദ്രിക, ഇക്ബാൽ പോപ്പുലർ, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ PP ലീല, വൈസ് ചെയർപേഴ്സൺ പ്രീതി KV എന്നിവർ സംസാരിച്ചു. ശാക്തീകരണം, പുതിയ കാലത്തെ ഇടപെടലുകൾ എന്ന വിഷയത്തിൽ രവി ഏഴോം ക്ലാസ് എടുത്തു. ലഹരിക്കെതിരെ കുടുംബശ്രീയുടെ ഭാഗമായി നടക്കുന്ന ക്യാമ്പയിൻ പരിപാടിയുടെ ഉദ്ഘാടനം തളിപ്പറമ്പ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ VV ഷാജി നിർവഹിച്ച് ബോധവൽക്കരണ ക്ലാസ് എടുത്തു. തുടർന്ന് കുടുംബശ്രീ ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സമഗ്ര ശിക്ഷ കേരളം, പയ്യന്നൂർ BRC, റോട്ടറി, മിഡ് ടൗൺ ആൻഡ് ഫോറം സംയുക്തമായി ഗൃഹാധിഷ്ഠിത വിദ്യാഭ്യാസം നൽകിവരുന്ന കുട്ടികളുടെ അമ്മമാർക്കായി കൃഷിയിടം ഒരുക്കി. കാരയിൽ നടന്ന ചടങ്ങിൽ പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത കൈത്തൈകൾ നട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. സമഗ്ര ശിക്ഷ കേരളം, പയ്യന്നൂർ BRC, റോട്ടറി, മിഡ് ടൗൺ ആൻഡ് ഫോറം എന്നിവ സംയുക്തമായി ഗൃഹാധിഷ്ഠിത വിദ്യാഭ്യാസം നൽകിവരുന്ന കുട്ടികളുടെ അമ്മമാർക്കായി കൃഷിയിടം ഒരുക്കി. തിരഞ്ഞെടുത്ത 20 കുട്ടികളുടെ വീടുകളിൽ തയ്യാറായി വരുന്ന കൃഷിത്തോട്ടങ്ങളുടെ ഔപചാരികമായ ഉദ്ഘാടനം കാരയിൽ സുപ്രഭയുടെ വീട്ടുമുറ്റത്ത് നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത തൈകൾ നട്ട് നിർവഹിച്ചു. സുപ്രഭ രാജീവ് സ്വാഗതം പറഞ്ഞു. സൗമ്യ സജിത്ത് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. റോട്ടറി മിഡ് ടൗൺ പ്രസിഡന്റ് CM സത്യജിത്ത് ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത് സംസാരിച്ചു. SSK കണ്ണൂർ DPO രാജേഷ് കടന്നപ്പള്ളി ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. വാർഡ് കൗൺസിലർ KK സുമ, BPC ഉമേഷ് മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ വാനനിരീക്ഷണ കേന്ദ്രം ആസ്ട്രോയുടെ ആഭിമുഖ്യത്തിൽ പ്രസിദ്ധ പരിസ്ഥിതി പ്രവർത്തകനും ശാസ്ത്രപ്രചാരകനും ആയിരുന്ന പ്രൊഫസർ TP ശ്രീധരനെ അനുസ്മരിച്ചു. ഏച്ചിലാംവയൽ വാനനിരീക്ഷണ കേന്ദ്രത്തിൽ നടന്ന പരിപാടിയിൽ ISRO സീനിയർ സയന്റിസ്റ്റ് VP ബാലഗംഗാധരൻ അനുസ്മരണ ഭാഷണം നടത്തി. ആസ്ട്രോയുടെ ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി പ്രവർത്തകനും ശാസ്ത്രപ്രചാരകനുമായിരുന്ന പ്രൊഫസർ TP ശ്രീധരനെ അനുസ്മരിച്ചു. ഏച്ചിലാംവയൽ വാനനിരീക്ഷണ കേന്ദ്രത്തിൽ നടന്ന പരിപാടിയിൽ ISRO സീനിയർ സയന്റിസ്റ്റ് VP ബാലഗംഗാധരൻ അനുസ്മരണ ഭാഷണം നടത്തി. തുടർന്ന് റോക്കറ്റ് സയൻസ് എന്ന വിഷയത്തിൽ സംസാരിച്ചു. പാവൂർ നാരായണൻ അധ്യക്ഷത വഹിച്ചു. E ഭാസ്കരൻ, ഡോക്ടർ TV സത്യൻ, R മുരളീധരൻ, KP രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിലെ വിദ്യാർത്ഥികൾക്കുള്ള നക്ഷത്ര ക്യാമ്പ് ആസ്ട്രോ ഡയറക്ടർ K ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. KTN ഭാസ്കരൻ, P രമേശ്, PV വിജയൻ മാസ്റ്റർ, KA രോഹിത്,
വിവേക്, നക്ഷത്ര, വിശാഖ എന്നിവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസ് എടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ വനിതാ വിഭാഗമായ വിമൻ ഇൻ IMA പയ്യന്നൂർ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനാചരണം നടത്തി. കേളോത്തു നിന്നും IMA ഹൗസിലേക്ക് സംഘടിപ്പിച്ച രാത്രി നടത്തം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സേറു ഫിലിപ്പ് ഫ്ലാഗ് ഓഫ് ചെയ്തു. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ വനിതാ വിഭാഗമായ വിമൻ ഇൻ IMA പയ്യന്നൂർ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനാചരണം നടത്തി. കേളോത്തു നിന്നും IMA ഹൗസിലേക്ക് സംഘടിപ്പിച്ച രാത്രി നടത്തം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ സേറു ഫിലിപ്പ് ഫ്ലാഗ് ഓഫ് ചെയ്തു. തുടർന്ന് വുമൺ ഇൻ IMA പയ്യന്നൂർ ചെയർപേഴ്സൺ ഡോക്ടർ ബാലാമണിയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ ഡോക്ടർ രമ്യ സ്വാഗത ഭാഷണം നടത്തി. നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത് ഇന്റർനാഷണൽ വിമൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മാർച്ച് 8-നാണ് ഇന്റർനാഷണൽ വിമൻസ് ഡേ. നമ്മൾ 7-ാം തീയതി വൈകുന്നേരമാണ് അത് സെലിബ്രേറ്റ് ചെയ്യുന്നത്. നമുക്ക് ഇത്തവണ ചീഫ് ഗസ്റ്റായിട്ട് കിട്ടിയിരിക്കുന്നത് നമ്മുടെ പരിയാരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സേറു ഫിലിപ്പ് മാഡമാണ്. മാഡമാണ് ഫംഗ്ഷൻ ഇനോഗ്രേറ്റ് ചെയ്യുന്നത്. നമ്മളിവിടുന്ന് IMA ഹാൾ വരെ നടന്ന് അവിടെ നിന്നാണ് നമ്മൾ മീറ്റിംഗ് നടത്തുന്നത്. ഇന്ന് വിമൻസ് ഡേ മെസ്സേജ് തരുന്നത് BMC കണ്ണൂർ കമ്മ്യൂണിറ്റി മെഡിസിൻ HOD ഡോക്ടർ ജയശ്രീ മാഡാണ്. വിശിഷ്ടാതിഥി ഡോക്ടർ സേറു ഫിലിപ്പ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കണ്ണൂർ കമ്മ്യൂണിറ്റി വിഭാഗം മേധാവി ഡോക്ടർ ജയശ്രീ AK വനിതാ ദിന സന്ദേശം നൽകി. ഡോക്ടർ പ്രീതി നായർ, ഡോക്ടർ അഞ്ജലി അരുൺ, ഡോക്ടർ ബിന്ദു, IMA പയ്യന്നൂർ പ്രസിഡന്റ് ഡോക്ടർ ഗൗതം ഗോപിനാഥ്, ഡോക്ടർ ജയരാജൻ, ഡോക്ടർ ബാബു KV, ഡോക്ടർ സുനിത മേനോൻ, ഡോക്ടർ സരസ്വതി വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കലാപരിപാടികൾ അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പയ്യന്നൂർ മുനിസിപ്പൽ ബ്ലോക്കിന്റെ നേതൃത്വത്തിൽ സാർവദേശീയ വനിതാ ദിനാചരണം നടന്നു. പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ കമ്മിറ്റി അംഗം KR സരളാഭായ് വനിതാ ദിനാചരണത്തിന്റെ പ്രസക്തി എന്ന വിഷയത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തി. പയ്യന്നൂർ മിനി കൈരളി ഓഡിറ്റോറിയത്തിൽ നടന്ന വനിതാ ദിനാചരണ പരിപാടി പയ്യന്നൂർ നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PP സമീറ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകൾ തൊഴിൽ ഇടങ്ങളിലും അതുപോലെ തന്നെ കുറഞ്ഞ തൊഴിൽ വേതനത്തിലും അതുപോലെ തന്നെ മോശമായ തൊഴിൽ ചുറ്റുപാടുകളിൽ നിന്നും സ്ത്രീകളുടെ ശക്തമായ ഒരു കൂട്ടായ്മയുടെ വിജയത്തിന്റെ ഓർമ്മപ്പെടുത്തലുകളാണ് ഇന്ന് ലോക സ്ത്രീ വനിതാ ദിനം നമ്മൾ ആചരിക്കുന്നത്. നമ്മുടെ തൊഴിൽ ദിനങ്ങളിലായിരുന്നു സ്ത്രീ ശാക്തീകരണത്തിന് മുന്നേയുള്ള വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി നമ്മുടെ സംസ്ഥാനത്തിന്റെയും ഗവൺമെന്റിന്റെയും ഒക്കെ സപ്പോർട്ടോടുകൂടി സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി സ്ത്രീകളെ സമൂഹത്തിന്റെ മുന്നിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയുള്ള ഒട്ടേറെ KK രാജലക്ഷ്മി ടീച്ചർ അധ്യക്ഷത വഹിച്ചു. പുഗസ ജില്ലാ കമ്മിറ്റി അംഗം KR സരളാഭായി വനിതാ ദിനത്തിന്റെ പ്രസക്തി എന്ന വിഷയത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി. KM സുലോചന ടീച്ചർ, KV സരോജിനി, KK ലീല ടീച്ചർ, T സരോജിനി ടീച്ചർ, KV കുഞ്ഞാതി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വനിതാവേദി അവതരിപ്പിച്ച തിരുവാതിരക്കളി അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ വയോജന സംഗമവും വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുടേങ്ങ വയോജന വിശ്രമ കേന്ദ്രത്തിലേക്കുള്ള ഫർണിച്ചറുകളുടെ വിതരണവും മുടേങ്ങയിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് T സുലജ ഉദ്ഘാടനം നിർവഹിച്ചു. കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ വയോജന സംഗമവും 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മൂടേങ്ങ വയോജന വിശ്രമ കേന്ദ്രത്തിലേക്കുള്ള ഫർണിച്ചറുകളുടെ വിതരണവും മൂടേങ്ങയിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് T സുലജ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ ഗ്രാമപഞ്ചായത്തിലുള്ള 2 വയോജന വിശ്രമ കേന്ദ്രങ്ങളിൽ വെച്ചുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിലുള്ള മുഴുവൻ വയോജനങ്ങളെയും ഒരു സംഗമത്തിലുള്ള മറ്റൊരു സംഗമത്തിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് എല്ലാ മാസവും ഇത്തരത്തിൽ നിങ്ങൾക്കൊക്കെ ഒത്തുചേരാനും നിങ്ങളെ സൗഹൃദം പങ്കുവെക്കാനും കൂടുതൽ നിങ്ങൾക്ക് സന്തോഷം ഉൾപ്പെടെ ഉണ്ടാക്കി തരുന്നതിന് വേണ്ടിയുള്ള ഒരു അവസരമാണ് ഗ്രാമപഞ്ചായത്ത് ഒരുക്കിയിട്ടുള്ളത്. കഴിഞ്ഞ ഒരു സംഗമം നേരത്തെ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ രണ്ടാമത്തെ സംഗമം കുറച്ച് വൈകി. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്നുള്ളത് നമുക്കറിയാം. നിങ്ങളൊക്കെ ഒരുപാട് കാലത്തെ ആഗ്രഹമാണ് നമ്മുടെ ഇവിടെ, പ്രത്യേകിച്ച് നമ്മുടെ 4-ാം വാർഡിനെ സംബന്ധിച്ച് പറയുമ്പോൾ പ്രത്യേകം എല്ലാവർക്കും വന്നിരിക്കാനോ ഒന്നും മറ്റുള്ളൊരു സാഹചര്യം, ഒരു കെട്ടിടമൊന്നും പൊതു കെട്ടിടമൊന്നും ഇല്ലാത്തൊരു വളരെയധികം ബുദ്ധിമുട്ട് നമ്മുടെ ഈ വാർഡിൽ അഭിമുഖീകരിച്ചുകൊണ്ടിരുന്നായിരുന്നു. വാർഡ് മെമ്പർ P പ്രതാപൻ അധ്യക്ഷത വഹിച്ചു. K കുഞ്ഞിരാമൻ, ICDA സൂപ്പർവൈസർ BK സൗമ്യ എന്നിവർ സംസാരിച്ചു. തുടർന്ന് മാടായി BRCയിലെ KC നൈന വയോജനങ്ങൾക്കായി ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു.
നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ ബ്ലോക്ക് വനിതാ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ വനിതാ ദിനാഘോഷം നടന്നു. പയ്യന്നൂർ ഗാന്ധി മന്ദിറിൽ നടന്ന പരിപാടി KSSPA വനിതാ ഫോറം സംസ്ഥാന സെക്രട്ടറി കെ സരോജിനി ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ ബ്ലോക്ക് വനിതാ ഫോറം വനിതാ ദിനാഘോഷം സംഘടിപ്പിച്ചു. പയ്യന്നൂർ ഗാന്ധി മന്ദിറിൽ നടന്ന പരിപാടി KSSPA വനിതാ ഫോറം സംസ്ഥാന സെക്രട്ടറി കെ സരോജിനി ഉദ്ഘാടനം ചെയ്തു. ഈ വർഷം കാസർഗോഡ് ജില്ലക്ക് അംഗീകാരമായി സരോജിനി ടീച്ചർ എന്ന ഒരു വ്യക്തിക്ക് സംസ്ഥാന സെക്രട്ടറി സ്ഥാനം കിട്ടിയതാണ്. അപ്പം ആ സന്തോഷം നിങ്ങളിൽ കൂടി ഞാൻ പങ്കുവയ്ക്കുന്നു. ആദ്യമായി എനിക്ക് പോവാൻ കിട്ടിയ ഒരു ജില്ല പാലക്കാട് ജില്ലയായിരുന്നു. അവിടെ ഒരു വനിതാ കൺവെൻഷൻ ഇതുപോലെ നടക്കുന്ന സമയത്ത് സെക്രട്ടറി ആയിട്ട് ആദ്യമായിട്ട് കടന്നത് പാലക്കാട് ജില്ലയിലാണ്. രണ്ടാമത്തെ എൻ്റെ കണ്ണൂർ ജില്ലയിൽ. കണ്ണൂർ ജില്ലക്ക് എനിക്കൊരു പോസ്റ്റും കൂടി ബാക്കി കിടക്കുന്നു. കാരണം വെച്ചാൽ കഴിഞ്ഞ വർഷം ഞാൻ കണ്ണൂർ ജില്ലയുടെ വനിതാ ഫോറത്തിന്റെ ഒരു ചാർജുള്ള വ്യക്തിയാണ്. ഈ വർഷവും വീണ്ടും നിങ്ങളിലേക്ക് തന്നെ ഞാൻ തിരിച്ചു വന്നു. KSSPA വനിതാ ഫോറം അംഗങ്ങളുടെ തിരുവാതിരയോടെയാണ് പരിപാടി ആരംഭിച്ചത്. ബ്ലോക്ക് വനിതാ ഫോറം പ്രസിഡന്റ് KK വസുമതി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് വനിതാ ഫോറം സെക്രട്ടറി ശാരദ പെരിയാട്ട് സ്വാഗതം ആശംസിച്ചു. JCI ഇന്റർനാഷണൽ ട്രെയിനർ P. സുരേന്ദ്രൻ മോട്ടിവേഷൻ ക്ലാസ് എടുത്തു. മുതിർന്ന KSSPA വനിതാ അംഗങ്ങളെ ആദരിക്കൽ, വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച KSSPA കുടുംബാംഗങ്ങളെ അനുമോദിക്കൽ എന്നിവ ചടങ്ങിൽ നടന്നു. വനിതാ ഫോറം സംസ്ഥാന സെക്രട്ടറി കെ സരോജിനി അനുമോദനം നിർവഹിച്ചു. P. ലളിത, TV പത്മിനി, KB പാർവതി, GK ഗിരിജ, R. ശോഭന, രഞ്ജിനി TCV, K. ശൈലജ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. CPN SGS HSS SPC യൂണിറ്റിന്റെയും എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് CDSന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കുട്ടികൾക്കൊപ്പം മുന്നേറാം ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. എക്സൈസ് ഓഫീസർ ജൂന TV ക്ലാസ് എടുത്തു. SPC കേഡറ്റുകളെയും പഞ്ചായത്തിലെ സ്ത്രീ കൂട്ടായ്മകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ജീവിതം തന്നെ ലഹരിയാക്കിയ കൂടുതൽ ജനാധിപത്യ ബോധവും സഹിഷ്ണുതയും ആത്മവിശ്വാസവുമുള്ള ഒരു പുതുതലമുറയ്ക്കുള്ള ക്യാമ്പയിനിങ്ങിന് തുടക്കം കുറിച്ചുകൊണ്ട് കുട്ടികൾക്കൊപ്പം പരിപാടി സംഘടിപ്പിച്ചു. CPNSS GHSS SPC യൂണിറ്റിന്റെയും എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് CDSന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മാതമംഗലം ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സരിത K ഉദ്ഘാടനം ചെയ്തു. മുന്നേറാം എന്ന ഈ മാതമംഗലം സ്കൂളിന്റെ SPC നടത്തുന്ന ഈ പരിപാടിയിൽ നമുക്ക് എല്ലാവർക്കും പങ്കാളികളാവാൻ പറ്റിയതിൽ തന്നെ ആദ്യം തന്നെ ഈ SPC ഇവരോട് നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കണ്ണൂർ റൂറൽ SPC കേഡറ്റുകൾ അതിന് നേതൃത്വത്തിൽ നടത്തുന്ന വനിതാ ദിനത്തിൽ നടത്തുന്ന ഈ ഒരു കൂട്ടായ്മ ക്യാമ്പയിൻ പ്രവർത്തനം എല്ലാ 47 SPC യൂണിറ്റുകളിലായി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് അത് ലഹരിക്കെതിരെ അമ്മമാരോടൊപ്പം എന്ന മുദ്രാവാക്യവുമായിട്ടാണ് ആ ഒരു പരിപാടി ക്യാമ്പയിൻ പ്രവർത്തനം നടത്തുന്നത്. അതിന്റെ ഭാഗമായി നമ്മളിങ്ങനെ ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കണമെന്ന് ഹരിമാഷ പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ തന്നെയാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് പറ്റാവുന്ന രീതിയിൽ എല്ലാവരെയും സംഘടിപ്പിച്ചുകൊണ്ട് നടത്താമെന്ന്. അപ്പം എൻ്റെ അംഗൻവാടി പ്രവർത്തകരെല്ലാം എന്നോടൊപ്പം നിന്ന് അവരെല്ലാവരും ഇന്നിവിടെ പങ്കെടുത്തിട്ടുണ്ട്. CPO C. ഹരി പദ്ധതി വിശദീകരണം നടത്തി. SPC ഗാർഡിയൻ പ്രസിഡന്റ് പ്രദീപ് കുമാർ P അധ്യക്ഷത വഹിച്ചു. ജീവിതം ലഹരി എന്ന വിഷയത്തിൽ എക്സൈസ് ഓഫീസർ ജൂന TV ക്ലാസ് എടുത്തു. റീന കുമാരി KK, PV വിജയൻ, മായ ജ്യോതി, ആലീസ് ജോയ്, ധന്യ MV, ഉഷാകുമാരി K, അദ്വിനി കൃഷ്ണ PV, ലക്ഷ്മിക, ഷീന KV തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ വനിതകളെ ആദരിച്ച് പയ്യന്നൂർ കോളേജ് NSS യൂണിറ്റ് മാതമംഗലത്തുള്ള അഞ്ജലി വിദ്യാനികേതനിലെ അന്തേവാസികൾക്കൊപ്പം ചെലവഴിച്ചാണ് വനിതാ ദിനാചരണം നടത്തിയത്. അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ വനിതകളെ ആദരിച്ച് പയ്യന്നൂർ കോളേജ് NSS യൂണിറ്റ് 11 മാതമംഗലത്തുള്ള അഞ്ജലി വിദ്യാനികേതനിലെ അന്തേവാസികൾക്കൊപ്പം ചിലവഴിച്ചു. കാഴ്ചപരിമിതിയുള്ള 2 വനിതകൾക്ക് വാക്കിംഗ് സ്റ്റിക്ക് കൈമാറി. ഈ ഒരു ദിനത്തിൽ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത്. നിങ്ങളോട് ഇന്ന് ഒരു ദിവസം ചെലവഴിക്കാൻ സാധിച്ചതിൽ എനിക്കും എൻ്റെ വളണ്ടിയേഴ്സിനും ഒരുപാട് സന്തോഷം. ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇവിടെ കണ്ണിന് കാഴ്ച കുറവില്ല
ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ വിചാരിച്ചു അവർക്ക് എന്തെങ്കിലും ഒരു സഹായം കൂടി ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വാക്കിംഗ് സ്റ്റിക്കർ വാങ്ങിയിട്ടുണ്ട്. അതുകൂടി ഇന്ന് ഇവിടെ ഏൽപ്പിക്കുന്നുണ്ട്. NSS യൂണിറ്റ് 11 സെക്രട്ടറി അബിൻ പ്രകാശ് സി സ്വാഗതം ആശംസിച്ചു. സിസ്റ്റർ പ്രസില സംസാരിച്ചു. തുടർന്ന് വളണ്ടിയർമാരുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. NSS 11 പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ മഞ്ജു അർനാഥ്, ജോയിന്റ് സെക്രട്ടറി ശ്രീലക്ഷ്മി രാജേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കേരള സർക്കാർ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കണ്ണൂർ സംഘടിപ്പിച്ച ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം ക്യാൻസർ സ്ക്രീനിംഗ് ക്യാമ്പയിൻ ഫെബ്രുവരി 4 മുതൽ മാർച്ച് 8 വരെ നടന്നു. ജനങ്ങളുടെ മികച്ച പങ്കാളിത്തം ക്യാമ്പയിനെ വിജയകരമായി മാറ്റിയെന്നും പ്രിൻസിപ്പൽ ഡോക്ടർ സൈറു ഫിലിപ്പും മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ കെ സുദീപും വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ 2ാം നിലയിലുള്ള ഗൈനക്കോളജി OPയിൽ സജ്ജമാക്കിയ ക്യാൻസർ സ്ക്രീനിംഗ് സെന്ററിൽ സ്ഥാപനത്തിലെ ജീവനക്കാരികൾ ഉൾപ്പെടെ 30 വയസ്സിന് മുകളിലുള്ള നിരവധി സ്ത്രീകൾ സ്ക്രീനിംഗിൽ പങ്കാളികളായി. കൂടാതെ കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ട്, പരിയാരം പോലീസ് സ്റ്റേഷൻ, ഉർസുലിൻ സീനിയർ സെക്കൻഡറി സ്കൂൾ, മാട്ടൂൽ, എംബേറ്റ്, അരവഞ്ചാൽ, പിലാത്തറ, കുളപ്പുറം എന്നിവിടങ്ങളിലെ സന്നദ്ധ സംഘടനാ ഓഫീസുകൾ ഇവ കേന്ദ്രീകരിച്ച് ക്യാമ്പുകൾ സംഘടിപ്പിച്ച് സ്ത്രീകളിൽ ക്യാൻസർ സ്ക്രീനിംഗ് നടത്തി. 2000-ലധികം സ്ത്രീകളിൽ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ നേതൃത്വത്തിൽ ക്യാൻസർ സ്ക്രീനിംഗ് നടത്താൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്നും ജനങ്ങളുടെ മികച്ച പങ്കാളിത്തം ക്യാമ്പയിനെ വിജയകരമായി മാറ്റിയെന്നും പ്രിൻസിപ്പൽ ഡോക്ടർ സൈറു ഫിലിപ്പും മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ കെ സുദീപും വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. വനിതാ ദിനത്തിൽ കഴകം ഓഡിറ്റോറിയത്തിൽ വനിതാ സംഗമം ഒരുക്കി തൃക്കരിപ്പൂർ രാമവില്യം പെഴുങ്കളിയാട്ട മഹോത്സവ കമ്മിറ്റി. വ്യത്യസ്ത മേഖലയിൽ പ്രവർത്തിക്കുന്ന വനിതാ നേതാക്കളെയും ജനപ്രതിനിധികളെയും പങ്കെടുപ്പിച്ച് നടത്തിയ സംഗമത്തിൽ 100 കണക്കിന് സ്ത്രീകൾ പങ്കെടുത്തു. വനിതകളെ ചേർത്തുപിടിക്കുന്ന തരത്തിൽ ലോക വനിതാ ദിനത്തിൽ നടത്തിയ വനിതാ സംഗമം കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി വനിതാ കമ്മിറ്റി ചെയർപേഴ്സൺ MK പ്രസന്ന അധ്യക്ഷത വഹിച്ചു. നീലേശ്വരം നഗരസഭ അധ്യക്ഷ TV ശാന്ത, അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ, PC സുബൈദ, T അജിത, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം C ചന്ദ്രമതി, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ M സൗദ, പഞ്ചായത്ത് അംഗം KNV ഭാർഗവി, കഴകം വനിതാ കമ്മിറ്റി പ്രസിഡന്റ് E പത്മിനി, സെക്രട്ടറി ശ്രീജ സന്തോഷ്, തൃക്കരിപ്പൂർ പഞ്ചായത്ത് CDS ചെയർപേഴ്സൺ M മാലതി, പടന്ന CDS ചെയർപേഴ്സൺ N സറീന, വനിതാ കമ്മിറ്റി കൺവീനർ TV ഷൈജ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ പ്രീ പ്രൈമറി കലോത്സവം സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല ഉദ്ഘാടനം ചെയ്തു. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ പ്രീ പ്രൈമറി കലോത്സവം സംഘടിപ്പിച്ചു. കൊഞ്ചൽ എന്നു പേരിട്ട പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഓരോ ഉത്തരവാദിത്തവും നമ്മുടെ കുട്ടികളെ നല്ല രീതിയിൽ വളർത്തിയെടുക്കുക എന്ന ഉത്തരവാദിത്വവും ഈ സമൂഹത്തിനകത്ത് ഇപ്പോൾ ഏറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നിങ്ങളിപ്പോൾ സമൂഹത്തിനകത്ത് നടക്കുന്ന പല പ്രശ്നങ്ങളെയും നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതുകൊണ്ട് ഇത്തരത്തിൽ പരിപാടികളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ ഇവിടെ പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ 7 സ്കൂളിലെ കുട്ടികളാണ് നമുക്ക് ഇവിടെ പരിപാടി അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യം എന്താ, ഈ സ്കൂളിലെ കുട്ടികളെല്ലാം ചേർന്ന് ഇവരെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കുകയാണ്, ഒരു സഹകരണം കുട്ടികളുടെ ഉണ്ടാവുകയാണ്. അവർ നല്ല മക്കളായി നന്മയിൽ കുറച്ച് വളരുന്നവരായി അവർക്ക് വളർത്താനുള്ള ഒരു വേദി കൂടി ആക്കുകയാണ്. പഠനം എന്ന് പറയുമ്പോൾ കേവലം പഠനം മാത്രമല്ല, പാഠ്യ പുസ്തകങ്ങൾ മാത്രം പഠിക്കുക എന്നതല്ല പഠനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പുത്തൂർ ALP സ്കൂളിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. P ശ്യാമള, C ബാലകൃഷ്ണൻ, P ഹരികുമാർ, A ഷീജ, V തമ്പാൻ, A അനീഷ്, അപ്യാൽ രാജൻ മാസ്റ്റർ, P അനിത ടീച്ചർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. വിജയികൾക്കുള്ള സമ്മാനദാനവും കണക്കിലെ മിടുക്കൻ അഥർവ് TVക്കുള്ള അനുമോദനവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. മാതമംഗലം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ എരമം കടയ്ക്കരയിലെ ഭിന്നശേഷി കുട്ടികളെ സംരക്ഷിക്കുന്ന അഞ്ജലി വിദ്യാനികേതനിലെ സിസ്റ്റർമാരായ പ്രസുല്ല, ജീവാനന്ദ എന്നിവരെ മാർച്ച് 8 വനിതാ ദിനത്തിന്റെ ഭാഗമായി ആദരിച്ചു. മാതമംഗലം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ എരമം കടയ്ക്കരയിലെ ഭിന്നശേഷി കുട്ടികളെ സംരക്ഷിക്കുന്ന അഞ്ജലി വിദ്യാനികേതനിലെ സിസ്റ്റർമാരായ പ്രസുല്ല, ജീവാനന്ദ എന്നിവരെ വനിതാ ദിനത്തിന്റെ ഭാഗമായി ആദരിച്ചു. മാതമംഗലം കൂട്ടായ്മ രക്ഷാധികാരി രമേശൻ ഹരിത പരിപാടി ഉദ്ഘാടനം ചെയ്തു. അഭിലാഷ് CV ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. KV മനീഷ് പൊന്നാടി അണിയിച്ചു.
മദർ സ്റ്റെഫി, സിസ്റ്റർ പ്രസുല്ല, സിസ്റ്റർ ജീവാനന്ദ, സുമേഷ് പേരൂൽ, ജിബിൻ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. വിൻറേസ് അബാക്കസ് അക്കാദമിയുടെയും JCI പയ്യന്നൂരിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വിൻറേസ് അബാക്കസ് ചാമ്പ്യൻസ് ട്രോഫി 2025 മാർച്ച് 9 പയ്യന്നൂർ EBM LP സ്കൂളിൽ നടക്കും. പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിൻറേസ് അബാക്കസ് അക്കാദമി കുട്ടികൾക്കായി സമ്മർ ക്യാമ്പ്, ടാലന്റ് സെർച്ച് എക്സാം, വിജ്ഞാനോത്സവ് തുടങ്ങി വിവിധ പരിപാടികൾ കുട്ടികൾക്കായി നടത്തിവരുന്നു. ഈ വർഷം കുട്ടികളുടെ അബാക്കസ് മികവുകൾ മാറ്റുരയ്ക്കാനുള്ള വേദിയായി JCI പയ്യന്നൂരിന്റെ സംയുക്താഭിമുഖ്യത്തിൽ വിൻറേസ് അബാക്കസ് ചാമ്പ്യൻ ട്രോഫി 2025 മാർച്ച് 9 ഞായറാഴ്ച പയ്യന്നൂർ BM LP സ്കൂളിൽ വെച്ച് നടക്കും. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം ചെയ്യും. മുഖ്യാതിഥിയായി JCI മുൻ പ്രസിഡന്റ് ജയപാലൻ K പങ്കെടുക്കും. JCI പ്രസിഡന്റ് സന്ദീപ് ഷേണായി, വിൻറേസ് അബാക്കസ് ചെയർമാൻ ജയജിത്ത് MP, ഡയറക്ടർ സവിത TA എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കരിവള്ളൂർ AVS GHSSന്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. വാർഡ് മെമ്പർ PV കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് കരിവള്ളൂർ AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിന്റെ നേതൃത്വത്തിൽ തകരരുത് യുവത്വം, ഉണരണം മാതൃത്വം എന്ന മുദ്രാവാക്യമുയർത്തി ലഹരിവിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. SPC കേഡറ്റുകൾ, ഹരിതകർമ്മസേന അംഗങ്ങൾ, രക്ഷിതാക്കൾ, SPC പൈനിയർ കേഡറ്റുകൾ, അധ്യാപകർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. കരിവള്ളൂർ ഓണക്കുന്ന് ടൗൺ കേന്ദ്രീകരിച്ച റാലിയും ഫ്ലാഷ് മോബും നടന്നു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ PTA പ്രസിഡന്റ് K രമേശൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ PV കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ ക്യാമ്പയിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. എല്ലാവരും സൂചിപ്പിച്ചതുപോലെ മാർച്ച് 8 വനിതാ ദിനത്തിൽ നമ്മുടെ ഇന്നത്തെ സമൂഹത്തിലെ ഏറ്റവും വലിയ വിപത്തായിട്ട്, പ്രശ്നമായിട്ട് മാറിക്കഴിഞ്ഞിട്ടുള്ള ലഹരിക്കെതിരെ അമ്മമാരോടൊപ്പം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തകരരുത് യുവത്വം, അതുപോലെ തന്നെ ഉണരണം മാതൃത്വം എന്ന മുദ്രാവാക്യവുമായി നമ്മൾ ഈ ഒരു ചടങ്ങ്. അസിസ്റ്റന്റ് എക്സൈസ് ഓഫീസർ K ദീപക് ലഹരിക്കെതിരെയുള്ള പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. പയ്യന്നൂർ പോലീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ സുവർണൻ, CPO K സന്തോഷ്, ശ്രീജ MV, നൂർജഹാൻ VP, ഹരിതകർമ്മസേന കൺസോർഷ്യം സെക്രട്ടറി സജിത, SMC ചെയർമാൻ രാജൻ, പ്രീത, സുരേഷ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. SPC കേഡറ്റുകളായ അനികേത് ഗൗതം, സരിയു ശ്രീകുമാർ, ദേവാശിഷ് നാരായണൻ, രേവതി, ശിവപ്രിയ M സുജിത്ത് എന്നിവർ ലഹരിയുടെ വിപത്തിനെപ്പറ്റി സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പയ്യന്നൂർ റെയിൽവേ ശ്രീ മുത്തപ്പൻ ക്ഷേത്രം തിരുവപ്പന മഹോത്സവം 2 ദിവസങ്ങളിലായി നടന്നു. മാർച്ച് 8 ശനിയാഴ്ച പുലർച്ചെ തിരുവപ്പനയും ശ്രീ മുത്തപ്പൻ വെള്ളാട്ടത്തിന്റെയും പുറപ്പാട് നടന്നു. പയ്യന്നൂർ റെയിൽവേ ശ്രീ മുത്തപ്പൻ ക്ഷേത്ര തിരുവപ്പന മഹോത്സവം 2 ദിവസങ്ങളിലായി നടന്നു. വെള്ളിയാഴ്ച പുലർച്ചെ 5 മണിക്ക് ഗണപതി ഹോമം, വൈകിട്ട് 5 മണിക്ക് മുത്തപ്പൻ വെള്ളാട്ടം, തുടർന്ന് കളിക്കപ്പാട്ട്, രാത്രി 11 മണിക്ക് കലശമെഴുന്നള്ളത്ത് എന്നിവ നടന്നു. സമാപന ദിവസം പുലർച്ചെ 5 മണിക്ക് തിരുവപ്പനയും മുത്തപ്പൻ വെള്ളാട്ടത്തിന്റെയും പുറപ്പാട് നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെയും ജെൻഡർ റിസോഴ്സ് സെന്ററിന്റെയും നേതൃത്വത്തിൽ വനിതാ കമ്പവലി മത്സരം സംഘടിപ്പിച്ചു. വനിതാ ദിനത്തിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെയും ജെൻഡർ റിസോഴ്സ് സെന്ററിന്റെയും നേതൃത്വത്തിൽ വനിതാ കമ്പവലി മത്സരം സംഘടിപ്പിച്ചു.
വനിതാ ദിനത്തിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി രോഹിണി കമ്പവലി മത്സരം ഉദ്ഘാടനം ചെയ്തു. സാമ്പത്തികമായുള്ള സംരക്ഷണത്തിനും തുല്യത ഉറപ്പുവരുത്തുന്നതിനും അതുപോലെ തന്നെ വോട്ടവകാശത്തിനും വേണ്ടിയാണ് അന്ന് ആദ്യമായി തന്നെ സമരം ചെയ്തത്. അതിനുശേഷം 1909 അമേരിക്കയിൽ വെച്ച് അമേരിക്കയിലെ സോഷ്യലിസ്റ്റ് പാർട്ടി ആണ് ആദ്യമായി തന്നെ വനിതാ ദിനം ആചരിക്കുന്നത്. പിന്നീട് ഇങ്ങോട്ട് നമ്മൾ എല്ലാ മാർച്ച് 8-നും വനിതാ ദിനമായി ആചരിക്കുന്നു. ലോകത്താകമാനം തൊഴിലെടുക്കുന്ന സ്ത്രീകളുടെ ഒരു സംഘടനയും അതുപോലെ തന്നെ ഒരു ദിനവുമായി ഇന്ന് മാർച്ച് 8 ആചരിക്കുകയാണ്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MD സബിത അധ്യക്ഷത വഹിച്ചു. CDS ചെയർപേഴ്സൺ E വസന്ത, കമ്മ്യൂണിറ്റി കൗൺസിലർ ആശ തുടങ്ങിയവർ സംസാരിച്ചു. മത്സരത്തിൽ വാർഡ് 11 ഒന്നാം സ്ഥാനവും വാർഡ് 16 രണ്ടാം സ്ഥാനവും നേടി. ജനപ്രതിനിധികൾ, CDS അംഗങ്ങൾ, കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കയ്യൂർ ചീമേനി ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ കൗമാരത്തിൽ നിന്നും യൗവനത്തിലേക്ക് എന്ന പരിപാടി സംഘടിപ്പിച്ചു. വാർഡ് മെമ്പർ M ശ്രീജ ഉദ്ഘാടനം ചെയ്തു. കയ്യൂർ ചീമേനി ഗ്രാമപഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയായ ആരോഗ്യ ഗ്രാമത്തിന്റെ ഭാഗമായി കയ്യൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും ചീമേനി ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ചീമേനിയിലെ തൃക്കരിപ്പൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ NSS യൂണിറ്റിന്റെ സഹകരണത്തോടെ കൗമാരത്തിൽ നിന്നും യൗവനത്തിലേക്ക് ഒരു നന്മ വഴി എന്ന പരിപാടി സംഘടിപ്പിച്ചു. കോളേജിൽ വച്ച് നടന്ന പരിപാടി വാർഡ് മെമ്പർ M ശ്രീജ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ ഡോക്ടർ VV മഹേഷ് അധ്യക്ഷത വഹിച്ചു. P ശ്രീകാന്ത്, PP പ്രസന്ന, നവനീത് കൃഷ്ണ തുടങ്ങിയവർ സംസാരിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ K രാജീവൻ കൗമാര വിഷയത്തിൽ ക്ലാസുകൾ കൈകാര്യം ചെയ്തു. തുടർന്ന് കോളേജ് യൂണിയന്റെ സഹകരണത്തോടെ 50 കൗമാരപ്രായക്കാരായ പെൺകുട്ടികളുടെ ഹീമോഗ്ലോബിൻ പരിശോധന സംഘടിപ്പിച്ചു. ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സുമാരായ PP പ്രസന്ന, A ലേഖ, MLSP നഴ്സ് PP ദിവ്യ, ആശാ വർക്കർ M മഞ്ജുള എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പെരിയാരം ഗവൺമെന്റ് ആയുർവേദ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കുടിവെള്ളം മുട്ടുമെന്ന ആശങ്കയിൽ വിദ്യാർത്ഥികളും ഡോക്ടർമാരും ജീവനക്കാരും. ദേശീയപാത നിർമ്മാണ പ്രവൃത്തിയുടെ ഭാഗമായി പൈപ്പ് ലൈൻ മാറ്റി സ്ഥാപിക്കുകയും പൈപ്പ് ലൈന്റെ ജോയിന്റ് 2 മീറ്ററോളം താഴ്ചയിൽ മണ്ണിട്ട് നികത്തുകയും ചെയ്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ദേശീയപാത നിർമ്മാണ കമ്പനി അധികൃതർ നിലവിൽ ഇവിടെ തള്ളിയ മണ്ണ് നീക്കം ചെയ്യുകയും കോൺക്രീറ്റ് മാറ്റി മാൻഹോൾ നിർമ്മിക്കണമെന്നുമാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. പയ്യന്നൂർ നഗരസഭയിലെ അന്നൂർ പാടിവയലിൽ ഉപ്പുവെള്ളം കയറി കൃഷി നശിച്ചു. കാരാ തലിച്ചാലം അണക്കെട്ട് നശിച്ചതാണ് ഉപ്പുവെള്ളം കയറി കൃഷി നശിക്കാൻ ഇടയാക്കിയത്. അന്താരാഷ്ട്ര വനിതാ ദിനാചരണം, നാടെങ്ങും വിവിധ പരിപാടികൾ. പയ്യന്നൂർ നഗരസഭ കുടുംബശ്രീ CDSന്റെ ആഭിമുഖ്യത്തിൽ നീതി വേഗത്തിലാക്കാം, വനിതാ ശക്തിക്ക് കരുത്തേകാം അന്താരാഷ്ട്ര വനിതാ ദിനാചരണ പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം ചെയ്തു. സമഗ്ര ശിക്ഷ കേരളം പയ്യന്നൂർ BRC റോട്ടറി മിഡ് ടൗൺ ആൻഡ് ഫോറം സംയുക്തമായി ഗൃഹാധിഷ്ഠിത വിദ്യാഭ്യാസം നൽകിവരുന്ന കുട്ടികളുടെ അമ്മമാർക്കായി കൃഷിയിടം ഒരുക്കി. കാരയിൽ നടന്ന ചടങ്ങിൽ പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത തൈകൾ നട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.